ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എങ്ങനെയും നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. 250 ml കപ്പിൽ 3/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓട്സും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. തേങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ഓട്സ് എടുക്കുന്ന സമയത്ത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആട്ടമാവൊക്കെ ഉണ്ടല്ലോ, ഇനി റേഷൻ പീടിയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടമാവ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടമാവ് അതാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് ആട്ട അതാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ്. നമ്മൾ 3/4 കപ്പ് ഓട്സ് എടുക്കുമ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്ത തേങ്ങയും കൂടി ചേർക്കാം കേട്ടോ. തേങ്ങയിൽ തേങ്ങയുടെ നാര് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് എടുത്ത് കളഞ്ഞത്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് കറക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അതിനാണ് ജസ്റ്റ് ഈ എന്താ പറയുക, ചെറിയ ജീരകവും ഒന്നിങ്ങനെ ചതഞ്ഞ് ഒന്ന് കിട്ടും. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് അരക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ നമ്മൾ ഗോതമ്പ് പൊടി എല്ലാം അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില 1 തണ്ട് ചേർത്ത് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഫ്ലേവറായിട്ടൊന്നും മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കേണ്ട. 1 തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ടാക്കി അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സവാള വേണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളക് കൂടി ചേർക്കാം. ഇഞ്ചി എന്തായാലും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേസ്റ്റ് ഇതിന് അത്രക്ക് നന്നാവൂലേ. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഒരല്പം കൂടി ലൂസ് വേണം. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് മാവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒന്ന് മിക്സി ഒന്നിങ്ങനെ ചുഴറ്റി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഏകദേശം ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിന് ആവശ്യമായിട്ട് വന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലാതെ ചൂട് ചായയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. ഓട്സും ഗോതമ്പും ഒക്കെ ചേർന്നിട്ടുള്ള, ഗോതമ്പ് പൊടിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ രാവിലെ കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. കറികളൊന്നും ആവശ്യമില്ല. കറി കൂട്ടിയാലും കുഴപ്പമില്ല, കറി ഇല്ലാതെയും നമുക്ക് കഴിക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പാനിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പാനാണെങ്കിലും ഈ നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ സിയപ്പൊക്കെ ഉണ്ടാക്കൂലേ, അതിൽ ഞാൻ അല്പം നല്ലെണ്ണ ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടും ഈ നല്ലെണ്ണ മാവിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കി നോക്കാം. കറക്റ്റ് പാകം കേട്ടോ. ഉപ്പ് നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ മാവ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ വിരൽ കാണിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് മാവ്. അപ്പം നമ്മുടെ ഈ ദോശയും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ദോശ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇവർ ചൂട് ചായയുടെ ഒപ്പമൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാവെല്ലാം അവിടെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് തയ്യാറാക്കുന്നത്. ഇരുമ്പിൻ്റെ പാനിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത് അല്പം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണയിൽ നിന്നാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുത്താലും മതി. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആക്കി കഴിഞ്ഞാൽ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും.
അപ്പോൾ ഒന്ന് തുടച്ച് മൊത്തത്തിലെടുക്കുക. ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ സമയത്ത് ഫ്ലെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ദോശ നമ്മൾ മാവിങ്ങനെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം തീ നല്ല കുറച്ച് വെക്കണം. കുറച്ച് വെക്കുക വെച്ചാൽ പാൻ അധികം ചൂടുണ്ടാകാൻ പാടില്ല. നമ്മുടെ പാനിൽ അധികം ചൂടുണ്ടായാൽ മാവ് ഒഴിക്കുന്ന വാക്ക് പരത്തുമ്പോൾ അവിടെ ഇവിടെയും കീറിപ്പോയിട്ട് കട്ട കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ പാനിൽ തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ടും ദോശ പരത്തിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ലോയിൽ വെക്കരുത്. ഒന്ന് മീഡിയത്തേക്ക് വെച്ചിട്ട് ഒരു ഭാഗം ആകുന്ന സമയത്ത് ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് കൊണ്ട്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് വേറെ നിങ്ങൾക്ക് നെയ്യ് യൂസ് ആക്കാവുന്നതാണ്. നെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് പശു നെയ്യൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കുന്നതിൽ പശുനെയ്യ് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ആക്കി കൊടുത്തത് കേട്ടോ. പശുനെയ്യ് ചേർത്താലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഒരു ഭാഗം ആകുമ്പോൾ മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നല്ല എന്താ പറയുക, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ഇതുപോലെ നമുക്ക് വീണ്ടും ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അല്പം ഒന്ന് നല്ലെണ്ണ ആക്കിയിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കണം കേട്ടോ. ചട്ടി ഒരുപാട് ചൂടാകരുത്. ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് എണ്ണ തൂത്തിട്ട് ആ ഒരു തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ തീയിൽ നിന്ന് ഒന്ന് പൊക്കി പിടിച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി, ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല കനം കുറഞ്ഞ് നല്ല പേപ്പർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കിത് കറികളില്ലാതെ കഴിക്കാനാണ് ഇഷ്ടം. ഇനി അഥവാ കറികൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് കറികളുടെ ഒപ്പവും നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കിവിടെ ഒരു 7 എണ്ണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ടേസ്റ്റ് വെക്കാനായിട്ട് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഗോതമ്പൊടിയും ഓട്സൊക്കെ കൊണ്ടുള്ള അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഞാൻ പറയില്ലേ ചുരുട്ടി മടക്കി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശയാണ്. ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അഭിപ്രായവും അറിയിക്കാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.